നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയായിരിക്കും ശരിക്കും മദ്രാസ് നഗരം ഒരു പ്രധാന കഥാപാത്രമായിട്ട് ആദ്യമായിട്ട് ഒരു സിനിമ ഉണ്ടാകുന്നു അല്ലേ? അത് പക്ഷേ മദ്രാസിലങ്ങനെ ഇതൊരു വേറൊരു പടം ബേസ് ചെയ്തിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മദ്രാസിൽ ദിവസം ഇങ്ങനത്തെ ഒരു ഫാമിലി, ഇങ്ങനത്തെ ആൾക്കാരിങ്ങനെ വന്ന് ഇങ്ങനെ നയിച്ചു പോകും. അവരെ വേറെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന പല ആൾക്കാരും ഈ അങ്ങനത്തെ പ്രൊഫഷണൽ കുറേ ആൾക്കാരുണ്ടല്ലോ. അത് ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം നിറയുണ്ട് ഇവിടെ മദ്രാസ് സിറ്റിയിൽ. പ്രത്യേകിച്ച് ഒരു വേറെ പടത്തിൻ്റെ അനുകരണം എന്ന് പറയാനൊന്നും പറ്റില്ല. ഈ പടത്തിന് നമ്മുടെ പ്രാദേശിക പ്രോബ്ലംസും അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. നദി, തുലാഭാരം, അശ്വമേധം തുടങ്ങിയ മികച്ച ജനപ്രിയ ചിത്രങ്ങൾ നമ്മുടെ ചലച്ചിത്ര മുഖ്യധാരയെ സമ്പന്നമാക്കി. നിഴലാട്ടം ഷൂട്ട് ചെയ്തതും ആലുവപ്പുഴയുടെ തീരത്താണ്, നദി ഷൂട്ട് ചെയ്തതും ആലുവപ്പുഴയുടെ തീരത്താണ്. രണ്ട് തരത്തിലാണ് ഷൂട്ട് ചെയ്തത്. എന്താ പറയണ്ട, ആ പുഴയെ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് വിധത്തിലാണ് രണ്ട് പടത്തിൽ. നദിയുടെ കഥ അങ്ങനെ ഒരു സ്ക്രീൻ കഥയൊന്നുമില്ല. പി ജെ ആൻ്റണി ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് പി ജെ ആൻ്റണിയും കൂടെ ലേശം ഞങ്ങൾ കള്ളു കൊണ്ടിരിക്കും പി ജെ ആൻ്റണി. അപ്പോൾ ഞങ്ങൾ ഓരോ അങ്ങനെ ഇരിക്കുമ്പോൾ പി ജെ ആൻ്റണി പറഞ്ഞു, മാസ്റ്റർ എൻ്റെ മാസ്റ്റർ എന്ന് പറയുക, മാസ്റ്റർ ഒരു കഥ പറയുക, ഞാൻ ഒരു ഐഡിയ പറയുക. ഇങ്ങനെ ഈ ആലുവ പുഴ തീരത്ത് കുളിച്ച് താമസിക്കാൻ വേണ്ടി പണക്കാർ ഇവരെല്ലാം അവിടുന്ന് ഇവിടുന്ന് എല്ലാം വന്നിട്ട് ഇങ്ങനെ വരിയായിട്ട് അതാണ് ബേസ്. ഇങ്ങനെ താമസിക്കുന്ന അങ്ങനെ ഒരാൾ കഥ പറഞ്ഞു. അത് പീജാസിൻ്റെ ക്യാരക്ടർ ഒരു കുടിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ അപ്പം വിളിച്ചിട്ട് തോപ്പിൽ ബാസിയായിട്ട് ഞാനിത് പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ഒരു സ്ക്രീൻ പ്ലേ മാതിരി ഞാൻ തന്നെ കഥ പറഞ്ഞു കൊടുത്തത്. ഞാനേതും സ്ക്രീൻ പ്ലേ ഒന്നും റൈറ്റ്സ് ഒന്നും ടൈറ്റിൽസിലൊന്നും ഉണ്ടാവില്ല. ഞാൻ ഏകദേശം ഒരു റഫ് നോട്ടല്ല എഴുതി വെക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞ് തോപ്പിൽ ബാസി നാളെ ഞാൻ കൊണ്ടുവരാം 3 ദിവസത്തിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. അത് വായിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ചില കറക്ഷൻസ് പറയും. സാറ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ 47-ലാണ് അസിസ്റ്റൻ്റായിട്ട് തുടങ്ങുന്നത്. അവസാനമായിട്ട് സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് 2001-ലാണ്. തെലുങ്കിലും തമിഴിലും പ്യൂർലി ക്യാമറമാനായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. പക്ഷേ തമിഴിൽ ഞാനൊരു 4-5 പടങ്ങൾ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തത്. തെലുങ്കിലൊക്കെ ഈ അതിലോക വീരടു എന്നൊക്കെ പറയുന്ന സിനിമ 90s-ലാണ് സാറ് ചെയ്തത്. അതെ. അപ്പോൾ മിച്ചൽ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. അന്ന് ലേറ്റസ്റ്റ് ആരി 3 ക്യാമറ ഒക്കെ ഇറങ്ങിയ സമയത്ത് എന്തുകൊണ്ടാണ് മിച്ചലിൽ ചെയ്തത്? മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഇതിന് ഈ ക്ലോ മൂവ്മെൻ്റ് ആണല്ലോ. ഒരു സെക്കൻഡിൽ 24 ഫ്രെയിംസ്. അത് ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം സ്റ്റഡി ആവണം. എന്താണെന്ന് വെച്ചാൽ ഷട്ടർ തുറന്നിട്ട് ഷട്ടർ ഇവിടുന്ന് ഇങ്ങനെ ഡബിൾ ഫ്ലാറ്റായിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു സാധനമുണ്ട് ക്യാമറയുടെ ബാക്കിൽ. അത് ഇങ്ങനെ ആക്കുമ്പോൾ ഈ ഹാഫ് വന്നിട്ട് എക്സ്പോസ് ചെയ്യും. ഇങ്ങനെ ആക്കുമ്പോൾ മൂടും. ആ സമയത്ത് ഇതുണ്ടല്ലോ ഫിലിം ഇതിങ്ങനെ ക്ലോ മൂവ് ചെയ്തിട്ട് മറ്റേ ഫ്രെയിം പൊസിഷനിലേക്ക് കൊണ്ടുവരും. അപ്പോഴേക്ക് ഈ റൊട്ടേറ്റ് ചെയ്തിട്ട് മറ്റേ സെക്ഷൻ ഇങ്ങനെ തുറക്കും. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. രാജ് കപൂറിൻ്റെ കൂടെ ഹിന്ദിയിൽ വർക്ക് ചെയ്തിട്ടില്ലേ? അതെ. ഏത് സിനിമയായിരുന്നു അത്? നസറാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള എക്സ്പീരിയൻസ്? അങ്ങനെ നല്ല ജോവിയൽ പേഴ്സണാണ്. ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, രാവിലെ ലേറ്റായിട്ടേ വരുള്ളൂ. പിന്നെ ഞാൻ നാഗരടിക്ക് വേണ്ടിയിട്ട് എങ്ക വീട്ടിൽ പിള്ളേ എം ജി ആർ അതിലാണ് നോണയിട്ടാൽ അത് നടന്നു വിട്ടാൽ ആ പാട്ട് വളരെ പോപ്പുലറായി. അതാണ് ആ പടങ്ങൾ കാരണം ഇന്ന് ഈ DMK വരാൻ കാരണം. വയനാടൻ തമ്പൻ കമലഹാസനൊക്കെ അഭിനയിച്ചിട്ട് ഈ വയനാടൻ തമ്പൻ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. തിയേറ്ററിൽ പോയിട്ട് വയനാടൻ തമ്പൻ കണ്ടിട്ട് പേടിച്ചിട്ട് അവസാനം മുഖം ഇയാളുടെ മാറി ഇങ്ങനെ മേക്കപ്പ് ഇവിടുന്ന് ഇങ്ങനെ കിടക്കും പോയിട്ട് തളർന്നിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ മറ്റേ മേക്കപ്പ് ഒട്ടിച്ചിട്ട് എണീച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റേ ആളാണ്. ശ്രീകൃഷ്ണ പരുന്താണ് പിന്നീട് വയനാടൻ തമ്പാന് ശേഷം
ഒരു കുറച്ച് ഹൊററും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമ ചെയ്തത്. അതിൻ്റെ സ്റ്റോറി PV തമ്പിയാണ്. അതിൽ സ്പെഷ്യൽ എഫക്ട്സിന് മിച്ചൽ ക്യാമറയാണ്. അത് യക്ഷി വരുന്ന ആലിമരത്തിൻ്റെ അടിയിൽ ആലി വളരെ ചില ഷോട്ട്സ് ഹാൻഡിൽഡ് ഇത് ക്രെയിനെല്ലാം യൂസ് ചെയ്യുന്നു. അതിൽ ഡിസോൾവ് ചെയ്യുക, ഫെയ്ഡ് ഔട്ടുകൾ ചെയ്യുക, ആൾ ഡിസപ്പിയർ ചെയ്യും. അതിൽ റീവൈൻഡ് ചെയ്തിട്ട് തിരിച്ചും അതേ പുട്ടയിൽ കൊണ്ടുവന്നിട്ട് റീഷൂട്ട് ചെയ്യും. ഡിജിറ്റൽ ക്യാമറയുടെയും ഡിജിറ്റൽ ഫിലിമിങ്ങിൻ്റെയൊക്കെ ഒരു വിപ്ലവം തുടങ്ങിയ സമയമായതുകൊണ്ട് ഒരുപാട് പുതിയ പ്രതിഭകൾ വരുന്നുണ്ട്. സാറിന് എന്താണ് അവരോട് പറയാൻ, എന്തെങ്കിലും ഒരു അഡ്വൈസോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് ചെയ്തെങ്കിലും അതും ആലോചിച്ചിട്ട് അതിൻ്റെ കാച്ചിക്കുറുക്കിയ എണ്ണ കാച്ചുന്നതുമായി കാച്ചിക്കുറുക്കിയ ഒരു ഐഡിയ മാത്രമേ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും സമയം അമൃതയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു.